യാത്ര ആരംഭിക്കുന്നതുമാണ്. ഞാനൊരു ദീർഘമായ മറ്റു കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. കാരണം പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജാഥ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ജാഥ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ശ്രീ KC രാജൻ, അതുപോലെ തന്നെ ശ്രീമതി രമ്യ ഹരിദാസ് XMP അടക്കമുള്ള ആളുകൾ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശത്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെമ്പാടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ അയ്യപ്പൻ്റെ വിഗ്രഹമൊഴികെ ശബരിമലയിലെ മുഴുവൻ സമ്പത്തും കൊള്ളയടിച്ച ഈ കള്ളന്മാർക്കെതിരെയുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് 10 വർഷക്കാലമായി. ഈ 10 വർഷക്കാലത്തിനിടയിൽ എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതിനോ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു വൻ ചതി അല്ലെങ്കിൽ വൻ കൊള്ള നടത്തിയിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിയാനുള്ള അവസരമുണ്ടായപ്പോഴാണ് അയ്യപ്പസ്വാമി തന്നെ ഇത് വ്യക്തമാക്കുകയും ആരുടെയും നമ്മുടെ ഈ ഇപ്പുറത്ത് വടക്കുവശത്ത് നിൽക്കുന്ന ആളുകളെ കസേരയിലോട്ട്